100 വർഷക്കാലത്തോളം പ്രസംഗിച്ചു. നോഹയുടെ കുടുംബത്തിൻ്റെ കാര്യം വിട്ട്, ബാക്കിയുള്ളവരുടെ കാര്യം, പുറത്തുള്ളവരുടെ കാര്യം വിട്. ദൈവമക്കളെ, ഷേം, ഹാം, യാഫത്ത് പെട്ടകം പണിയാൻ ഗോഫർ മരം മുറിച്ചെന്ന് പറഞ്ഞോണ്ട് അവർ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ഇത് ചുമന്ന് ഞങ്ങൾ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പറഞ്ഞോണ്ടും അവർ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ഇത് പണിയാൻ എൻ്റെ അപ്പനെ സഹായിച്ചു എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, വെള്ളത്തിനകത്തുനിന്ന് ന്യായവിധിക്കകത്തുനിന്ന് അവർക്ക് രക്ഷയില്ല. പ്രസംഗം കേട്ട് കേട്ട്, അയ്യോ, ഈ 100 വർഷമായിട്ട് ഈ അപ്പച്ചന്റെ പ്രസംഗം ഇത് തന്നെ കേട്ട് കേട്ട് ഇനിയിപ്പോ എന്തുവാ, ഹല്ലേലൂയ, സ്തോത്രം, അപ്പച്ചനെ പോലെ പ്രസംഗിക്കണോ, ഞാനും പ്രസംഗിക്കാം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. യഹോവ പെട്ടകത്തിന്റെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് പെട്ടകത്തിനകത്ത് കയറണം. ദൈവമക്കളെ, വാതിലടയാൻ സമയമായി. അടയ്ക്കുന്നത് നോഹയല്ല, അടയ്ക്കുന്നത് നോഹയല്ല. നോഹേ, ഹല്ലേലൂയ, നീ പണിയാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വാതിൽ അവിടെ വെക്കണമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ കതകുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരടയ്ക്കണമെന്നും എപ്പോ അടയ്ക്കണമെന്നും തീരുമാനിക്കുന്നത് നോഹേ, നിന്റെ കയ്യിലല്ല. അത് സ്വർഗത്തിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. പക്ഷെ നമുക്കിപ്പം, നോഹയ്ക്കിപ്പം മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അടയ്ക്കാൻ സമയമായെന്ന് തോന്നുന്നുണ്ട്. കാരണം പെട്ടകത്തിനകത്ത് ഇപ്പൊ സ്പേസ് കുറവാ, സ്ഥലം കുറവാ. കാരണം ഹല്ലേലൂയ, ചുറ്റുപാടുമുള്ള ഹല്ലേലൂയ എന്നും കാണുന്ന മനുഷ്യർ നിസ്സാരരായി പുറംതിരിഞ്ഞ് നടക്കുമ്പോൾ കാട്ടിനകത്തു നിന്നും വളരെ ദൂരെ നിന്നും മലയുടെ മുകളിൽ നിന്നുമൊക്കെ ചിലത് ഹല്ലേലൂയ അകത്ത് പ്രേരണയുണ്ടായിട്ട് പെട്ടകം തേടി വന്നോണ്ടിരിക്കുന്നു. നോഹയുടെ പെട്ടകം എവിടാ? നോഹയുടെ പെട്ടകം എവിടെയാ? കാട്ടിക്കിടക്കുന്ന ആന സിംഹത്തോട് ചോദിക്കും, അയ്യോ, നോഹയുടെ പെട്ടകം എവിടെയാ? ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ നോഹയുടെ പെട്ടകം അയൽവക്കത്തുള്ളവര്, ഇതെന്റെ ഒരു ഇമാജിനേഷനാ കേട്ടോ, അയൽപക്കത്തുള്ളവർ വന്ന കാട്ടാനോട് പറഞ്ഞു, നോഹയുടെ പെട്ടകം തേടിയാന്ന് വന്നതുകൊണ്ട് പലരും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പണി കണ്ടിട്ടുണ്ട്, അയ്യോ പണിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അകത്ത് കടന്നില്ലെങ്കിൽ എപ്പോഴേലും കടക്കാൻ പറ്റത്തില്ല. വാതിലടയുന്നതിന് മുമ്പ് അകത്ത് കിടക്കണം. തയ്യാറാകണേ. പെട്ടകത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അതിന് പശ തേച്ചെന്നും കീല് തേച്ചെന്നും ചർച്ചിനകത്ത് 10 ഫാൻ കൊടുത്തെന്നും പറഞ്ഞ് അല്ലെങ്കിൽ അക്കരയിലോട്ട് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. ചാരിറ്റിക്ക് കൊടുത്തും മാത്രം പോകാമെന്ന് വിചാരിക്കണ്ട. അകത്തുണ്ടോ? നോഹയും പുത്രന്മാരും ഒക്കെ ഹല്ലേലൂയ, സ്തോത്രം, അടച്ച പെട്ടകത്തിനകത്ത് കയറി 7 ദിവസം ഇരുന്നു. മണ്ടത്തരമാണെന്ന് ഹല്ലേലൂയ ചിന്തിച്ച് നമ്മളും കുറെ കാലമായില്ലേ ഇതിനകത്ത് കയറിയിട്ട്, എന്തുവാ നടക്കുന്നതെന്ന് ഓർത്തിരിക്കുകയാ. ഭാരപ്പെടണ്ട കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പുറത്തുള്ളവർ പറയുമായിരിക്കും, അയ്യോ വെളിയിലായിരുന്നെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ പബ്ബി വരായിരുന്നു, വെളിയിലായിരുന്നു നിനക്ക് എന്ത് വേണേലും ചെയ്യായിരുന്നു, ഏത് വസ്ത്രം എടുക്കായിരുന്നു. ഹല്ലേലൂയ, ഇപ്പൊ നീ അകത്തായി പോയല്ലോ. അല്ലെ, എന്നിട്ട് എന്തുവാ നിനക്ക് ഗുണം? അല്ലെ, കുറെ കാട്ടുമൃഗങ്ങളോടുകൂടെയുള്ള വാസം എന്ന് പറയുന്നുണ്ടായിരിക്കാം. സാരമില്ല, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടോ. പെട്ടകം വിടരുത്. അകത്ത് കയറിയിട്ടില്ലാത്ത പെട്ടകത്തെ ചുറ്റി ചുറ്റി നടക്കുന്ന എനിക്ക് പരിചയമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നെങ്കിൽ അകത്ത് കയറാൻ തീരുമാനിച്ചോ. ദൈവമക്കളെ, ന്യായവിധിയുടെ വെള്ളവും അല്ലെങ്കിൽ ന്യായവിധിയിൽ തകർക്കപ്പെട്ടവരും ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആ 8 പേരടങ്ങുന്ന സംഘവും തമ്മിൽ
എന്തോ ഉണ്ടായിരുന്നു വ്യത്യാസം? ഞാൻ പറയും, ഒരു പലകയുടെ ഘനം. ആന്നോ? ഒരു പലകയുടെ ഘനം. പെട്ടകത്തിന് ഉപയോഗിച്ച ഗോഫർ മരത്തിന്റെ പലകയുടെ ഇപ്പുറത്ത് വെളിയിൽ നിന്ന് മുഴുവൻ എണ്ണവും ന്യായവിധിക്കകത്ത് മുങ്ങിപ്പോയപ്പോൾ ആ പലകക്കനത്തിന് അപ്പുറത്ത് പെട്ടകത്തിന് അകത്ത് കയറിയ മുഴുവൻ എണ്ണവും അരാരാത്തിൽ ഉറച്ചു. നമ്മുടെ അരാരാത്ത് വെളിപ്പെടാറായി. നമ്മുടെ അരാരാത്ത് വെളിപ്പെടാറായി. പെട്ടകം, ഹല്ലേലൂയ, സ്തോത്രം.